നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പം ടൗണിൽ ട്രാഫിക് പരിഷ്കാരം കർശനമാക്കാൻ തീരുമാനം. നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. നിലവിലെ ട്രാഫിക് ലൈറ്റുകളുടെ തകർച്ച ഉടൻ പരിഹരിക്കാനും നിർദ്ദേശം നൽകി. സിഗ്നൽ സംവിധാനം യാഥാർത്ഥ്യമായിട്ടും കൊപ്പം ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കുവാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. പട്ടണത്തിലെ ഗതാഗതം സുഗമമാക്കുവാനാവശ്യമായ നടപടികൾ യോഗത്തിൽ കൈക്കൊണ്ടു. ട്രാഫിക് സിഗ്നൽ സംവിധാനം യാഥാർത്ഥ്യമായെങ്കിലും ഫ്രീ ലെഫ്റ്റ് സംവിധാനം കാര്യക്ഷമമാക്കാത്തത് വലിയ ഗതാഗത കുരുക്കിനാണ് ഇവിടെ ഇടവരുത്തിയിരുന്നത്. ഇത് സ്വകാര്യ ബസ്സുകളുടെ യാത്രയും വലിയ തോതിൽ ബാധിച്ചിരുന്നു. ബസ് ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ട്രാഫിക് സബ് കമ്മിറ്റി യോഗം ചേർന്നത്. സിഗ്നൽ ലൈറ്റ് തെറ്റിച്ച് യാത്ര തുടരുന്നവരെ കണ്ടെത്തി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. ഇതിനായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. സിഗ്നൽ സംവിധാനത്തിന് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡുകൾ പുനഃക്രമീകരിക്കും. ബസ് സ്റ്റോപ്പുകളിലും മാറ്റങ്ങൾ വരുത്തും. സിഗ്നൽ സംവിധാനത്തിന് സമീപം പട്ടണത്തിൽ 50 മീറ്ററോളം ചുറ്റളവിൽ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കും. ഇതിനായി നോ പാർക്ക് ബോർഡുകൾ സ്ഥാപിക്കും. സീബ്ര ലൈനുകൾ മാറ്റി സ്ഥാപിക്കും. കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിക്കും. ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകുവാനും യോഗം തീരുമാനിച്ചു. സിഗ്നൽ സംവിധാനത്തിന് സമീപത്തിലൂടെയുള്ള കാൽനട യാത്രക്കാരുടെ യാത്രയും ഒഴിവാക്കും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ഓട്ടോറിക്ഷ ബസ് തൊഴിലാളികൾ, വ്യാപാരി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. കൂറ്റനാട് വാവന്നൂരിൽ ടോറസ് ലോറി ഇടിച്ച് കാൽനട യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. നാഗലശ്ശേരി വാവനംപുരയിടത്തിൽ ഗോപിനാഥൻ എന്ന ഹരിയാണ് മരിച്ചത്. 48 വയസ്സാണ്. വ്യാഴാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. വാവന്നൂർ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് നടക്കുന്നതിനിടെ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്കും തോളിനും ഗുരുതര പരിക്കേറ്റ ഗോപിനാഥനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചാലിശ്ശേരിയിൽ കാറും മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. ചാലിശ്ശേരി സെന്ററിൽ കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയായിരുന്നു അപകടം. ചങ്ങരംകുളം ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കൂറ്റനാട് ഭാഗത്തു നിന്നും മത്സ്യം കയറ്റി കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി പിക്കപ്പ് ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് ലോറി ഡ്രൈവർ കുന്നംകുളം സ്വദേശി റിജോയ്ക്ക് പരിക്കേറ്റു. KPSTA ആംബുലൻസ് ഡ്രൈവർ അസ്കറിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പിയിൽ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. റാലിയും ബോധവൽക്കരണ പരിപാടികളുമാണ് സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തിയത്. കേരള സർക്കാർ നടത്തിവരുന്ന തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കൂടിയായിരുന്നു ലഹരി വിരുദ്ധ ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തിയത്. വിദ്യാർത്ഥികളുടെ റാലിയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ റാലി ഉദ്ഘാടനം ചെയ്തു. SI മനു കൃഷ്ണൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. പട്ടാമ്പി സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ റാലിയിൽ അണിനിരന്നു. ലോക മുസ്ലിങ്ങൾക്ക് ആത്മീയ പുതുവർഷത്തിന്റെ തുടക്കം കുറിച്ച മുഹറം മാസത്തിലെ അതിപ്രധാനമായ താസുഅ, ആശുറ അഥവാ മുഹറം 9, 10 വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിച്ച വിശ്വാസികൾ. ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷത്തിലെ 1ാമത്തെ മാസവും പ്രവാചകൻ ശ്രേഷ്ഠമാക്കിയ 4 മാസങ്ങളിലെ ഒന്നുമാണ് മുഹറം. അറബിയിൽ മുഹറം എന്ന വാക്കിനർത്ഥം വിലക്കപ്പെട്ടത് അല്ലെങ്കിൽ പവിത്രമായത് എന്നാണ്. ഈ മാസത്തിൽ യുദ്ധം പൂർണ്ണമായും നിഷിദ്ധമാക്കപ്പെട്ടതാണ്. റമദാനിലെ നോമ്പിനു ശേഷം ഏറ്റവും പുണ്യമുള്ളതാണ് മുഹറത്തിലെ വ്രതാനുഷ്ഠാനം. ഇതിൽ തന്നെ 9-നും 10-നും ഏറെ പ്രാധാന്യമാണ് നൽകുന്നത്.
ഫിറൌനിൽ നിന്ന് മൂസാ നബിയെയും അനുയായികളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയതിന്റെ ഓർമ്മ പുതുക്കലാണ് മുഹറം 10. ഇതിനോടുള്ള നന്ദി സൂചകമായാണ് വിശ്വാസികൾ അന്ന് നോമ്പ് നോൽക്കുന്നത്. മുഹമ്മദ് നബിക്ക് മുമ്പ് തന്നെ ജൂത സമൂഹം മോശയെയും അനുയായികളെയും ചെങ്കടൽ പിളർന്ന് രക്ഷപ്പെടുത്തിയതിന് നന്ദി സൂചകമായി നോമ്പ് നോറ്റിരുന്നു. ഇതറിഞ്ഞ പ്രവാചകൻ അടുത്ത വർഷം 10 9 കൂടി നോമ്പ് നോൽക്കാൻ മുസ്ലിം മതവിശ്വാസികളോടുണർത്തി. ഈ വ്രതം കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നാണ് വിശ്വാസം. മുഹറം മാസത്തിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു. പ്രവാചക പൗത്രൻ ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വ സ്മരണകളും ഈ ദിനത്തോടനുബന്ധിച്ചുള്ളതാണ്. വ്രതദിനങ്ങളുടെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ബോധവൽക്കരണ ക്ലാസുകളും മൺമറഞ്ഞുപോയവർക്ക് പ്രത്യേക പ്രാർത്ഥനയും നടത്തും. ആഘോഷങ്ങൾക്കപ്പുറം പ്രാർത്ഥനകൾക്കും സ്വയം വിലയിരുത്തലുകൾക്കുമാണ് ഈ മാസത്തിൽ വിശ്വാസികൾ പ്രാധാന്യം നൽകുക. സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും അനീതിക്കെതിരെ പോരാടാനുമുള്ള വലിയൊരു സന്ദേശമാണ് മുഹറം. ത്യാഗത്തിന്റെയും സഹിഷ്ണുതയുടെയും ദീപ്തമായ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് കടന്നുവരുന്ന മുഹറം മാനവികതയുടെയും നന്മയുടെയും പാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുന്നുണ്ട്. ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിലവിലുള്ള ഡയാലിസിസ് സൗകര്യം 5 നിന്നും മിഷൻ 20 ഉയർത്തുവാനുള്ള ശ്രമം നടക്കുന്നതായി VT ബൽറാം MLA പറഞ്ഞു. കെ ഗോവിന്ദൻകുട്ടി മേനോൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മേഴത്തൂരിൽ നടത്തിയ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് 2 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതായി അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി CV ബാലചന്ദ്രൻ, PV മുഹമ്മദ് അലി, CP മോഹനൻ, MM സേതുമാധവൻ, P ഇബ്രാഹിംകുട്ടി, PV സുധീർ, ഡോക്ടർ അനുശ്രീ, ഡോക്ടർ സജിത, PRO ചിപ്പി കുര്യൻ, തൃത്താല ഗവൺമെന്റ് ആശുപത്രി സ്റ്റാഫ് നഴ്സ് സുചിത്ര, ചിൽഡ്രൻസ് പ്രൊട്ടക്ഷൻ ടീം ജില്ലാ സെക്രട്ടറി സുരയ്യ യൂസഫ്, P അബ്ദുള്ള, VK ഉണ്ണികൃഷ്ണൻ, K അബ്ദുൽ ഖാദർ എന്നിവർ സംബന്ധിച്ചു. പട്ടാമ്പിയിൽ ലിമൻ മെഗാ ജോബ് ഫെയർ ഈ മാസം 27 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ച് മുന്നേറുന്ന ലിമൻ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെയും പട്ടാമ്പി GTECന്റെയും JCI പട്ടാമ്പിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ലിമൻ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. ജൂൺ 27 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 12 മണി വരെ ലിമൻ കോളേജിൽ വെച്ചാണ് മെഗാ ജോബ് മേള നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50ലധികം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ഈ മെഗാ ജോബ് ഫെയറിലൂടെ 1000-ലധികം തൊഴിൽ അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. പുതുതായി പഠനം പൂർത്തിയാക്കിയവർക്കും തൊഴിൽ പരിചയമുള്ളവർക്കും വിവിധ മേഖലകളിലായി അവസരങ്ങൾ ലഭ്യമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച് മുന്നേറുന്ന ലിമന്റ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ലിമന്റ് കോളേജിൽ വെച്ച് ലിമന്റ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന 27th ജൂൺ ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുന്നത്. പട്ടാമ്പിയിലെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളിൽ ട്രാൻസ്ഫോർമേഷൻ സൃഷ്ടിച്ചുകൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് നൽകുന്ന GTEC കമ്പ്യൂട്ടർ സെന്ററും അതുപോലെ തന്നെ പട്ടാമ്പിയിലെ സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് വിപ്ലവകരമായിട്ട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന JCI പട്ടാമ്പിയും സംയുക്തമായാണ് ലിമന്റ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. 50ലധികം കമ്പനികളിലും കേരളത്തിലും പുറത്തും വിദേശ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് കമ്പനികൾ 50ഓളം കമ്പനികൾ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ 1000-ലധികം ഉദ്യോഗാർത്ഥികൾ ഈ ഇന്റർവ്യൂ ആയിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്ന ഈ ഒരു മെഗാ ജോബ് ഫെയർ ആണ് ലിമന്റിൽ സംഘടിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ലിമന്റിൽ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറയുന്ന, അതായത് ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കോർപ്പറേറ്റ് ലോകത്തിലേക്ക് എത്തിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ജോബ് ഫെയർ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ഈ ക്യാമ്പസ് ടു കോർപ്പറേറ്റിന്റെ അപ്പുറത്തേക്ക് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി എന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിന് കൂടി നൽകുക എന്നതിന്റെ ഭാഗമായിട്ട് മറ്റു ലിമന്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള തൊഴിൽ നേടാൻ സാധിക്കാത്ത ആളുകൾക്കൊരു തൊഴിലവസരം സൃഷ്ടിക്കുക എന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ലിമന്റ് കോളേജ് കമ്മ്യൂണിറ്റിയുടെ സർവീസ് ടു ഹ്യൂമാനിറ്റി എന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെ പൊതുജനങ്ങൾക്ക് കൂടി ഇത് സൗജന്യമായിട്ട് ലിമന്റിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ 5 കോപ്പി ബയോഡാറ്റകളുമായി എത്തണം. രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമാണ്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് JCI സോൺ ചെയർമാൻ സുജീഷ്
തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും. തൊഴിൽ തേടുന്ന യുവജനങ്ങൾക്ക് മികച്ച കമ്പനികളുമായി നേരിട്ട് അഭിമുഖങ്ങളിൽ പങ്കെടുക്കുവാനും തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുവാനും ഈ മെഗാ ജോബ് ഫെയർ മികച്ച വേദിയാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജുകളിലൊന്നായ ലിമൻ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നിലവിൽ 1600-ലധികം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ബിരുദധാരികളാക്കി മാറ്റിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന നേട്ടവും കോളേജിലുണ്ടെന്നും ഇവർ അവകാശപ്പെട്ടു. കോളേജ് തലത്തിൽ ക്യാമ്പസ് ഇന്റർവ്യൂകളിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ലിമൻ കോളേജ് പ്രിൻസിപ്പൽ KP ഷബീർ, JC പട്ടാമ്പി പ്രസിഡന്റ് അൻസാർ ചന്തപ്പുരയിൽ, ജിടെക് പട്ടാമ്പി ഡയറക്ടർ ശാന്തിനി പ്രവീൺ, ലിമൻ ജോയിന്റ് സെക്രട്ടറി ഫിറോസ് അഡോൺ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ഡിഗോ മറഡോണയുടെ രൂപത്തിൽ ഫുട്ബോൾ ഗ്രൗണ്ടുകളിലും സ്റ്റേജ് ഷോകളിലും ശ്രദ്ധേയനാകുന്ന മനു വെങ്ങാൽ ലോകകപ്പിന്റെ ആവേശവേളയിൽ അർജന്റീന ഇതിഹാസം ഡിഗോ മറഡോണയുടെ രൂപസാദൃശ്യം കൊണ്ട് ആരാധകർക്കിടയിൽ ശ്രദ്ധേയനാവുകയാണ്. തൃത്താല കോക്കാട് സ്വദേശി മനു വെങ്ങാൽ ചിത്രകലാ അധ്യാപകൻ കൂടിയാണ്. ഞാൻ കുട്ടിക്കാലം മുതൽ ഫുട്ബോൾ കളി ഉണ്ട്. പിന്നെ ആ ഒരു കാലത്ത് തന്നെ എനിക്ക് അങ്ങനെ ഒരു പേരുണ്ട്, ചെറുതായിട്ട് മറഡോണ പോലെ. അത് കളി കൊണ്ടൊന്നുമല്ല, രൂപം കൊണ്ട് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു രൂപം ശരിക്കും ആയി വന്നത് കൊറോണ സമയത്താണ്. ശരിക്കും അന്ന് പിന്നെ നമുക്ക് മുടി വെട്ടാൻ പറ്റാത്തൊരു കാലം വന്നു. ആ ഒരു സമയത്താണ് ശരിക്കും മുടി വളർന്നപ്പോൾ രൂപം കൊണ്ടും മുടി കൊണ്ടും ഒക്കെ ആ ഒരു രൂപത്തിലെത്തി. അപ്പോൾ പിന്നെ കുറച്ച് കാലം അതിട്ട് നടന്നു. ഇങ്ങനെ ടർഫുകളിൽ അതുപോലെ ഫിഗർ ഷോക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് മറഡോണ രൂപത്തിൽ. ഇനി അതൊരു ചോദ്യമാണ് ശരിക്കും, ആര് നേടണമെന്ന് ചോദിച്ചാൽ നമ്മളെ ആഗ്രഹം ഈ ജേഴ്സിയല്ലേ, അതിനും മാറ്റമൊന്നുമില്ല. ഇത് മറഡോണ എന്നുള്ള ആ ഒരു അമാനുഷികൻ ഈ ഒരു ഫുട്ബോളിലായിട്ട് വന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഫാനായിട്ട് തന്നെയാണ് ഞാനും. എന്നും ഈ ടീമിനോടൊപ്പമാണ് എന്നും. അതാണ് ഞങ്ങൾ തന്നെ കപ്പടിക്കും, അതുതന്നെയാണ് ആഗ്രഹം, അത് നടക്കണം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവേഗപ്പുറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൂൺ 28-ന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവേഗപ്പുറ യൂണിറ്റിന്റെയും അഹല്യ കണ്ണാശുപത്രി പാലക്കാടിന്റെയും നടക്കാവിൽ ഹോസ്പിറ്റൽ വളാഞ്ചേരിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഈ മാസം 28-ന് ഞായറാഴ്ച തിരുവേഗപ്പുറയിൽ സൗജന്യ നേത്രചികിത്സയും രക്തനിർണയ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. തിരുവേഗപ്പുറ AMLP സ്കൂൾ വെച്ചാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ക്യാമ്പ് നടത്തുന്നത്. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ജമീല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ശ്രീകുമാർ മുഖ്യാതിഥിയാകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് TP കേശവൻ അധ്യക്ഷത വഹിക്കും. മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കളും ക്യാമ്പിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ സമിതി തിരുവേഗപ്പുറ യൂണിറ്റ്, അതുപോലെ തന്നെ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും നടക്കാവിൽ ഹോസ്പിറ്റൽ വളാഞ്ചേരിയും സംയുക്തമായിട്ടാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അഹല്യ മുഴുവൻ എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നും ഒരു പൈസയും നമ്മൾ വാങ്ങിക്കുന്നില്ല, എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അതായത് ഓപ്പറേഷൻ വേണമെങ്കിൽ അതവരെ ഫ്രീ ആയിട്ട് നമ്മൾ അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. പാലക്കാട് അഹല്യ കണ്ണാശുപത്രി നടക്കാവിൽ ഹോസ്പിറ്റലും ഒരു രണ്ടുപേരും, പിന്നെ അതിൻ്റെ സംഘാടകർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് TP കേശവൻ, ജനറൽ സെക്രട്ടറി ബഷീർ PK, VK ഹമീദ്, N റിയാസ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. സംഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുൻഗണന കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലൊക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവടക്കാരുടെ ആശയവും അഭിലാഷവുമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. സംസ്ഥാന കമ്മിറ്റി നേതാക്കളും അതുപോലെ തന്നെ ജില്ലാ നേതാക്കളൊക്കെ അതിൻ്റെ ഭാഗമായി എല്ലാ യൂണിറ്റുകളും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങളെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും നിർദ്ദേശപ്രകാരം ഓരോ മാസവും ഓരോ പരിപാടികൾ നടത്തി ജനങ്ങൾക്ക് വേണ്ട നമ്മളെ കൊണ്ട് കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് തിരുവേഗപ്പുറ യൂണിറ്റ് ഇങ്ങനെ ഒരു പരിപാടി
ആസൂത്രണം ചെയ്തിരിക്കുന്നതും അത് വിജയകരമാക്കി തരുവാൻ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ തൃത്താല MLA VT ബൽറാം, കൂറ്റനാട് നടന്ന മോഷണ കേസിൽ 48 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ ആദരിച്ചു. തുടർന്ന് വ്യാപാരികളുടെ മക്കളിൽ SSLC, +2 വിവിധ മത്സര പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ വിതരണം VT ബൽറാം നിർവഹിച്ചു. കൂറ്റനാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KR ബാലൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഷക്കീർ TP, ഷമീർ വൈക്കത്ത്, മുജീബ് T, അബൂബക്കർ ആറങ്ങോട്ടുകര, ഷെബീർ ചാലിശ്ശേരി, യൂണിറ്റ് ട്രഷറർ സുധീർ PV, പോലീസ് ഉദ്യോഗസ്ഥരായ അനിൽകുമാർ K, അബ്ദുൾ റഷീദ് P, ജയരാജൻ K എന്നിവർ സംസാരിച്ചു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.